നടൻ ഫഹദ് ഫാസിലിന് പിന്നാലെ തനിക്കും ADHD ഉണ്ടെന്ന് വെളിപ്പെടുത്തി നടൻ ഷൈൻ ടോം ചാക്കോ. തന്നെ സംബന്ധിച്ച് ADHD തന്റെ ഏറ്റവും നല്ല ഗുണമാണ് എന്നാണ് ഷൈൻ ടോം ചാക്കോ പറയുന്നത്. താൻ ADHD കിഡാണെന്നും അങ്ങനെയുള്ളവരാണ് ജനശ്രദ്ധ ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുമാണ് ഷൈൻ പറയുന്നത്. ശ്രദ്ധ പിടിച്ചു പറ്റണം എന്നുള്ളതിൽ നിന്നാണ് ഒരു ആക്ടർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു മുറിയിൽ അടച്ചിട്ട് ഇരുന്നാൽ മതി. എല്ലാ പുരുഷന്മാരിലും അതിന്റെ ചെറിയ ഒരു അംശമുണ്ട് എന്നും ADHD യെ കുറിച്ച് ഷൈൻ പറയുന്നു. സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ ചർച്ചയാവുകയാണ് ADHD എന്ന രോഗം. എന്താണ് ADHD? എങ്ങനെയാണ് ഇത് കണ്ടെത്തുക എന്ന് നോക്കാം. കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന ന്യൂറോ ബിഹേവിയറൽ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ADHD എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇൻഅറ്റൻഷൻ, ഇമ്പൾസിവിറ്റി, ഹൈപ്പർ ആക്ടിവിറ്റി ഇവ മൂന്നും ADHD ഉള്ള ഒരാളിൽ പ്രകടമാകാം. ഇൻഅറ്റൻഷൻ, ഇമ്പൾസിവിറ്റി, ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവ 3 മാസമോ അതിലധികമോ ഒരാളിൽ നിലനിൽക്കുകയാണെങ്കിൽ ADHD ഉണ്ടായേക്കാം. വളരെ പെട്ടെന്ന് അസ്വസ്ഥനാവുക, ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവുക, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനോ കഴിയാതെ വരിക, ഒന്നിലധികം കാര്യങ്ങൾ അടങ്ങിയ നിർദ്ദേശങ്ങൾ ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, വളരെ പെട്ടെന്ന് ബോറടിക്കുക, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ എന്നിവയാണ് ഇൻഅറ്റൻഷനിൽ ഉണ്ടാവുക. ഒരു കാര്യത്തിനും ക്ഷമയില്ലാത്ത അവസ്ഥ, വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ എടുത്തു ചാടുന്ന സ്വഭാവം, വിട്ടുവീഴ്ച മനോഭാവം കുറവ്, ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടൻ തന്നെ നേടിയെടുക്കണമെന്ന നിർബന്ധം, മറ്റുള്ളവരുടെ സംസാരമോ പ്രവൃത്തിയോ തടസ്സപ്പെടുത്തുക തുടങ്ങിയവ ഇമ്പൾസിവിറ്റിയിൽ കാണാം. അടങ്ങിയിരിക്കാത്ത പ്രകൃതം, ഞെരിപിരി കൊള്ളുക, നിർത്താതെയുള്ള സംസാരം, ശാന്തമായി ഇരുന്ന് ജോലി ചെയ്യാൻ കഴിയാതെ വരിക എന്നിവയെല്ലാം ഹൈപ്പർ ആക്ടിവിറ്റിയിൽ പെടുന്നു. ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി ഇവ ഒരാളിൽ പ്രകടമാകാത്ത അവസ്ഥയാണ് ADD. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ആണ് ADD. മുതിർന്നവരിൽ ADHD പോലെ തന്നെ ADDയും ഗൗരവമായി കാണേണ്ടതുണ്ട്. ശ്രദ്ധക്കുറവ്, ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയാതെ വരിക, ചുമതലകൾ നിർവഹിക്കാനോ അവയ്ക്ക് നേതൃത്വം നൽകാനോ കഴിയാത്ത ഒരവസ്ഥയുണ്ടാവുക, ഒന്നിലധികം കാര്യങ്ങൾ ഓർത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകുക, അലസത, ഭയം, വിഷാദം എന്നിവയാണ് ADHDയുടെ ലക്ഷണങ്ങൾ. ജനിതകപരമായും പാരിസ്ഥിതികപരമായും ഒന്നിലധികം കാരണങ്ങൾ കൊണ്ട് ADHD ഉണ്ടായേക്കാം. എങ്കിലും ADHDക്കുള്ള യഥാർത്ഥ കാരണം ഇപ്പോഴും അവ്യക്തമാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ജനിതകപരമായി മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ADHD ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഈ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതോടൊപ്പം തന്നെ ഗർഭാവസ്ഥയിൽ അമ്മയുടെ തെറ്റായ ഭക്ഷണശീലവും ADHDക്ക് കാരണമാകാം. ഗർഭാവസ്ഥയിലെ അമ്മമാരുടെ മദ്യപാനം, പുകവലി തുടങ്ങിയവയൊക്കെ കുട്ടികളിൽ ADHD ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. 3 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അമിത ഉപയോഗം, കാർട്ടൂൺ, വീഡിയോ ഗെയിം തുടങ്ങിയവയും ADHDക്ക് കാരണമാകാം. ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും ADHD സാധാരണയിലും വർദ്ധിക്കുന്നതിന് കാരണമായേക്കാം. മുതിർന്നവരിൽ ഫാസ്റ്റ് ഫുഡ്, മൊബൈൽ, ടെലിവിഷൻ തുടങ്ങിയവയുടെ അമിത ഉപയോഗം ചെറിയ തോതിലെങ്കിലും ADHDയിലേക്ക് നയിക്കാം. മുതിർന്നവരിൽ ADHD ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ പ്രധാനം ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ADHD പ്രായപൂർത്തിയായ ശേഷവും നിലനിൽക്കുന്നതാണ്. മസ്തിഷ്കത്തിന് ഏൽക്കുന്ന ക്ഷതങ്ങൾ കൊണ്ടും അപൂർവമായി ADHD ഉണ്ടായേക്കാം. ജനിതകമോ പാരിസ്ഥിതികമോ ഇവയിൽ ഏത് കാരണങ്ങൾ കൊണ്ടാണ് ADHD ഉണ്ടാകുന്നതെന്ന് വ്യക്തമായി വിലയിരുത്തപ്പെട്ടിട്ടില്ലെങ്കിലും ഇവയിൽ ഏതെങ്കിലും ADHDക്ക് കാരണമാകാം. ADHDക്ക് സൈക്കോ തെറാപ്പി വളരെയധികം ഫലപ്രദമാണ്. ഏത് തരത്തിലുള്ള തെറാപ്പി നൽകുമെന്നത് ADHD ഉള്ള ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. ജീവിത രീതിയിൽ മാറ്റം വരുത്തുന്നതിനുള്ള തെറാപ്പി ഉൾപ്പെടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് സഹായമാകുന്ന തെറാപ്പി വരെ ചികിത്സയുടെ ഭാഗമായി നൽകാറുണ്ട്. ചികിത്സ നൽകിയാൽ മുതിർന്നവരിലും കുട്ടികളിലുമുള്ള ADHD ഒരു പരിധിവരെ പരിഹരിക്കാനാകും. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.